Welcome back, my dear students. നമ്മൾ മാത്തമാറ്റിക് അനാലിസിസിന്റെ ഒരു പുതിയ ലെക്ചറിലേക്ക് കടക്കുകയാണ്. So in this lecture, we will be discussing about a new class of sequence called monotonic sequence. Monotonic sequence. So നമ്മൾ monotonic sequence എന്ത് ആണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ എന്തിനാണ് ഈ ക്ലാസ് ഓഫ് സീക്വൻസ് മാത്രമായിട്ട് സ്പെഷ്യലി പഠിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പ്രീവിയസ് ലെക്ചേഴ്സിൽ നമ്മൾ സീക്വൻസ് എന്താണെന്നും സീക്വൻസിന്റെ കൺവേർജൻസ് എന്താണെന്നും ഒക്കെ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പൊ അവിടുത്തെ ഡെഫിനിഷന്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഡെഫിനിഷൻ, കൺവേർജൻസിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് മോഡുലസ് ഓഫ് xn minus x is less than epsilon for all n greater than or equal to k. ഇങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ നമുക്ക് എക്സ് എന്ന് പറഞ്ഞൊരു സീക്വൻസ് തരുമ്പോൾ ആ സീക്വൻസിന്റെ കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു നോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടായിരിക്കണം ഏതാണ് ലിമിറ്റ് എന്ന്. കാരണം എങ്കിൽ മാത്രമേ xn മൈനസ് എക്സ് എന്ന് പറഞ്ഞ വാല്യൂ കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷെ എല്ലാത്തരം സീക്വൻസുകളിലും ഇങ്ങനെ ലിമിറ്റിനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു ധാരണ നമുക്ക് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ചെറിയ സീക്വൻസുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ലിമിറ്റ് ചിലപ്പോൾ ഊഹിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ എല്ലാത്തരം സീക്വൻസുകൾക്കും നമ്മൾക്ക് ഇങ്ങനെ ലിമിറ്റ് കൃത്യമായിട്ടൊരു ധാരണ, മുൻധാരണ വെച്ചുകൊണ്ട് നമുക്ക് മോഡുലസ് ഓഫ് xn മൈനസ് എക്സ് കൃത്യമായിട്ട് കണ്ടെത്തി അത് വെച്ച് പ്രൊസീഡ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അത് മാത്രമല്ല, ഈ ഡെഫിനിഷൻ വെച്ച് ലിമിറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ലിമിറ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. So in order to use this definition, we should be able to use the concept of limit. Okay. പക്ഷെ ഒരു സീക്വൻസ് കൺവേർജന്റ് ആണെങ്കിൽ മാത്രമേ അതിന് ലിമിറ്റ് ഉള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് കൺവേർജന്റ് അല്ലാത്തൊരു സീക്വൻസ് തന്നിട്ട് അതിന്റെ ലിമിറ്റിനെ കുറിച്ചുള്ള മുൻധാരണ നമുക്ക് ഉണ്ടാവില്ല. കാരണം ആ സീക്വൻസിന് ലിമിറ്റ് ഇല്ല. സോ ഈ ഡിഫറൻസ് കണ്ടെത്താൻ സാധിക്കില്ല. സോ കൺവേർജൻസ് എന്ന് പറയുന്ന കാര്യമാണ് നമ്മളിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഈ യൂസിങ് ദിസ് ഡെഫിനിഷൻ. പക്ഷെ അതിന് നമുക്ക് വേണ്ടത് കൺവേർജ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന ലിമിറ്റിനെ കുറിച്ചുള്ള മുൻധാരണ ഇവിടെ വേണം. സോ കൺവേർജൻസ് പറയണമെങ്കിൽ ലിമിറ്റിനെ കുറിച്ചുള്ള മുൻധാരണ ഇവിടെ വേണമെന്നുള്ളതാണ് ഈ ഡെഫിനിഷന്റെ ആകെ ഒരു ഡിമെറിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. അപ്പൊ നമുക്കിനി നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കൺവേർജൻസ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ ലിമിറ്റ് ഇല്ലാതെ, ലിമിറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് യൂസ് ചെയ്യാതെ ക്യാൻ യു ഫൈൻഡ് ദ കൺവേർജൻസ്. കാരണം ഒരു സീക്വൻസ് കൺവേർജന്റ് ആണെങ്കിൽ മാത്രം അതിന്റെ ലിമിറ്റ് കണ്ടെത്തിയാൽ മതി. കൺവേർജന്റ് ആയ സീക്വൻസുകൾക്ക് മാത്രമേ ലിമിറ്റ് ഉള്ളൂ. സോ ദ ഒബ്ജക്റ്റീവ് in the case of a convergence is that first to establish whether or not a sequence is convergent, then to establish the limit of a sequence. So in this case, the limit is an integral part to establish the convergence. In other words, the prior knowledge of limit is essential in establishing the convergence itself. So what we are going to do is, we are trying to separate these two concepts. Okay. In other words, we are trying to establish some results regarding the convergence without using the concept of limit. അതാണ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്. കാരണം അങ്ങനെ പോയെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ചുകൂടെ ഈ കൺസെപ്റ്റിനെ കുറച്ചുകൂടെ ധാരണയോടെ മുന്നോട്ട് നീക്കാൻ സാധിക്കുകയുള്ളൂ. സോ അങ്ങനെ നമുക്ക് ലിമിറ്റ് പറയാതെ കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻ ഉണ്ടോ, കൺവേർജൻസ് പറയാൻ സാധിക്കുന്ന കണ്ടീഷൻ ഉണ്ടോ എന്ന അങ്ങനെ വല്ല കണ്ടീഷനും ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുന്നു. അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ മൊണോട്ടോണിക് സീക്വൻസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഓഫ് സീക്വൻസ്. ഈ ക്ലാസ് ഓഫ് സീക്വൻസിന്റെ പ്രത്യേകത, ഈ സീക്വൻസിന്റെ കേസിൽ നമുക്ക് കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇൻഫാക്ട് ലിമിറ്റിന്റെ ആവശ്യമില്ല. ഓക്കെ. നമുക്ക് കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള നെസസറി ആൻഡ് സഫീഷ്യന്റ് കണ്ടീഷൻ നമുക്ക് ഈ ക്ലാസ് ഓഫ് സീക്വൻസിന് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ബൗണ്ടഡ്നെസ്. കാരണം നമ്മൾ പറഞ്ഞു ഒരു സീക്വൻസ് കൺവേർജന്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ബൗണ്ടഡ്. സോ എ സീക്വൻസ് ഈസ് കൺവേർജന്റ് implies it is bounded. Okay. But the converse part need not be true.
ഈ സീക്വൻസ് ബൗണ്ടഡ് ആയതുകൊണ്ട് കൺവേർജന്റ് ആകണമെന്നില്ല. സോ വാട്ട് വി ആർ ഗോയിങ് ടു സെർച്ച് ഈസ് നമുക്ക് ലിമിറ്റ് ഇല്ലാതെ കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു ഒബ്ജക്റ്റീവ് നമ്മൾ നോക്കി ബൗണ്ടഡ്നെസ് വെച്ച് കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ക്ലാസ് ഓഫ് സീക്വൻസ് ഉണ്ടോ? അങ്ങനത്തെ ഒരു ക്ലാസ് ഓഫ് സീക്വൻസ് ആണ് ഇൻഫാക്ട് മോണോട്ടോണിക് സീക്വൻസ്. ഇപ്പൊ മോണോട്ടോണിക് സീക്വൻസിന്റെ കേസിൽ the main advantage is that whenever the sequence is bounded, you can easily say that the sequence is convergent, which we will be establishing in the later videos. അപ്പോൾ ഈ സീക്വൻസിന്റെ കേസിൽ ബൗണ്ടഡ്നെസ് ഈസ് എ നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ടു എസ്റ്റാബ്ലിഷ് ദ കൺവേർജൻസ്. അപ്പൊ നമുക്ക് അവിടെ ലിമിറ്റ് വേണ്ട. ലിമിറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിനെ കുറിച്ചുള്ള മുൻധാരണ വേണ്ട. നമുക്കൊരു സീക്വൻസിന്റെ കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാം. സോ ദിസ് ഈസ് ദ പ്രൈം ഒബ്ജക്റ്റീവ് വൈൽ സ്റ്റഡിയിങ് ദ മോണോട്ടോണിക് സീക്വൻസ്. ആ മോണോട്ടോണിക് സീക്വൻസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഓഫ് സീക്വൻസ് പഠിക്കുന്നതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ ക്ലാസ് ഓഫ് സീക്വൻസിന്റെ കൺവേർജൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ലിമിറ്റിനെ കുറിച്ചുള്ള മുൻധാരണ വേണ്ട. രണ്ടാമത്തേത്, ഈ ക്ലാസ് ഓഫ് സീക്വൻസിന്റെ കേസിൽ ബൗണ്ടഡ്നെസ് ഈസ് എ നെസസറി ആൻഡ് സഫിഷ്യന്റ് കണ്ടീഷൻ ഫോർ എ സീക്വൻസ് ടു ബി കൺവേർജന്റ്. അപ്പൊ മോണോട്ടോണിക് സീക്വൻസ് ബൗണ്ടഡ് ആണെങ്കിൽ അത് എപ്പോഴും കൺവേർജന്റ് ആയിരിക്കും എന്നുള്ളതാണ് ഈ ക്ലാസ് ഓഫ് സീക്വൻസിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഈ ക്ലാസ് ഓഫ് സീക്വൻസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ definition of a monotonic sequence. So there are two classes of monotonic sequence. First one is monotonic increasing. Monotonic increasing. Okay, a sequence x is equal to sequence xn is said to be increasing to be monotonic increasing if x1 is less than or equal to x2 less than or equal to x3 less than or equal to x4 less than or equal to x5 less than or equal to etc. അതായത് സീക്വൻസിന്റെ ടേംസ് ഇൻക്രീസ് ചെയ്തു പോകുന്ന തരത്തിലുള്ള സീക്വൻസുകളെയാണ് മൊണോട്ടോണിക് ഇൻക്രീസിംഗ് സീക്വൻസ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ വി ക്യാൻ ജനറലൈസ് xn ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn പ്ലസ് 1 ഫോർ ഓൾ n. ഇങ്ങനെയുള്ള സീക്വൻസുകളെയാണ് നമ്മൾ മൊണോട്ടോണിക് സീക്വൻസ് എന്ന് പറയുന്നത്. സീക്വൻസിന്റെ നെക്സ്റ്റ് ടേം പ്രീവിയസ് ടേമിനെക്കാട്ടിലും വലുതാകുന്ന തരത്തിലുള്ള സീക്വൻസുകളാണ് മൊണോട്ടോണിക് സീക്വൻസ്. വി ക്യാൻ ഫൈൻഡ് സെവറൽ എക്സാമ്പിൾസ്. ഉദാഹരണമായിട്ട് xn ഈസ് ഈക്വൽ ടു 1 2 3 4 5 എക്സെട്ര. ഈ സീക്വൻസ് 1-നെക്കാട്ടിലും വലുതാണ് 2, 2-നെക്കാട്ടിലും വലുതാണ് 3, 3-യെക്കാട്ടിലും വലുതാണ് 4, 4-നെക്കാട്ടിലും വലുതാണ് 5 എക്സെട്ര. ഇങ്ങനെയുള്ള സീക്വൻസുകളെയാണ് മൊണോട്ടോണിക് സീക്വൻസ്, മൊണോട്ടോണിക് ഇൻക്രീസിംഗ് സീക്വൻസ് എന്ന് വിളിക്കുന്നത്. സിമിലർലി വി ക്യാൻ ഡിഫൈൻ ദ മൊണോട്ടോണിക് ഡിക്രീസിംഗ് സീക്വൻസ് ആസ് വെൽ. സോ എ സീക്വൻസ് ഈസ് monotonic decreasing sequence. So a sequence x is equal to xn is monotonic decreasing if the reverse inequality holds. If എന്താണ് കുറഞ്ഞു വരുവാണ്, x1 is greater than or equal to x2 which is greater than or equal to x3 which is greater than or equal to x4 which is greater than or equal to x5 എക്സെട്ര. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ മൊണോട്ടോണിക് ഡിക്രീസിംഗ് എന്ന് വിളിക്കുന്നത്. അല്ലെ കുറച്ചുകൂടി ജനറൽ ആയിട്ട് നമുക്ക് എഴുതാം. വി ക്യാൻ റൈറ്റ് ദ ജനറൽ term as xn is greater than or equal to xn plus 1 for all. ഇങ്ങനെയുള്ള സീക്വൻസുകളെയാണ് മൊണോട്ടോണിക് ഡിക്രീസിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ തൊട്ടു മുമ്പത്തെ ടേം പ്രീവിയസ് ടേമിനെക്കാട്ടിലും വലുതായിരിക്കും, അല്ലെങ്കിൽ ടേംസ് കുറഞ്ഞു വരുന്ന സീക്വൻസുകളെയാണ് മൊണോട്ടോണിക് ഡിക്രീസിംഗ് എന്ന് വിളിക്കുന്നത്. യു ക്യാൻ ഫൈൻഡ് ആൻ എക്സാമ്പിൾ which is 1 1/2 1/3 1/4 1/5 etc. ഈ സീക്വൻസ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ക്ലിയർലി monotonic decreasing. കാരണം നമുക്കറിയാം n+1 is always greater than n. So
1 by എടുക്കുമ്പോൾ 1 by n plus 1 is less than or equal to 1 by n. So xn plus 1 ആണ് 1 by n plus 1 ഈ സീക്വൻസിന്റെ കേസിൽ which is less than or equal to xn. So clearly ഈ സീക്വൻസ് monotonic decreasing. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകുന്ന സീക്വൻസുകളെ monotonic increasing എന്നും ഡിക്രീസ് ചെയ്ത് പോകുന്ന സീക്വൻസുകളെ monotonic decreasing എന്നും നമുക്ക് കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഈ സീക്വൻസുകളുടെ പ്രത്യേകത ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു. ഈ സീക്വൻസുകൾ മേജർലി ഈ സീക്വൻസുകൾക്ക് ബൗണ്ടഡ്നെസ് ഈസ് ആൻ എസെൻഷ്യൽ കണ്ടീഷൻ ഫോർ ദ കൺവേർജൻസ്. അതാണ് ഈ സീക്വൻസുകളുടെ പ്രത്യേകത. Okay, let's move on to that. So before getting into much further details about monotonic sequences and its convergence, let's look into some other sequence and let's check whether or not these sequences are monotonic increasing and decreasing. ഉദാഹരണമായിട്ട് xn is equal to minus 1 raised to n. The sequence is actually minus 1, 1, minus 1, 1, minus 1, 1, etc. This is not at all monotonic increasing, neither monotonic decreasing. കാരണം minus 1-നെക്കാട്ടിലും വലുതാണ് 1, പക്ഷെ 1-നെക്കാട്ടിലും ചെറുതാണ് minus 1. So ഇത് ഫസ്റ്റ് സ്റ്റേജ് ഇൻക്രീസ് ചെയ്യുന്നു, പിന്നെ ഡിക്രീസ് ചെയ്യുന്നു. So this is neither monotonic increasing nor monotonic decreasing. Surely we can understand that. രണ്ടാമത്തേത് xn is equal to some b raised to n, where b is greater than 1. Okay, അപ്പോൾ b എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു, അത് 1-നെക്കാട്ടിലും വലിയൊരു നമ്പറാണ്. xn is equal to b raised to n. So that sequence is actually b raised to 1, b square, b cube, b raised to 4, etc. Okay, clearly b എന്ന് പറയുന്ന വാല്യൂ 1-നെക്കാട്ടിലും വലുതാണ്. സോ സ്ക്വയർ ചെയ്യുമ്പോൾ ആ നമ്പർ വീണ്ടും b യെക്കാട്ടിലും വലുതാവും. ഓക്കെ, ക്യൂബ് ചെയ്യുമ്പോൾ ക്ലിയർലി ആ നമ്പർ b സ്ക്വയറിനെക്കാട്ടിലും വലുതാവും. വീണ്ടും ചെയ്യുമ്പോൾ പവർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് b ക്യൂബിനെക്കാട്ടിലും വലുതാവും. ഓക്കെ, സോ ജനറലി b യെക്കാട്ടിലും വലുതാണ് b സ്ക്വയറിനെക്കാട്ടിലും വലുതാണ് b ക്യൂബിനെക്കാട്ടിലും വലുതാണ് b raised to 4, etc. ഓക്കെ, സോ ക്ലിയർലി ദിസ് സീക്വൻസ് ഈസ് ആക്ച്വലി monotonic increasing. ഓക്കെ, നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ കേസ് വേണം എടുക്കാം. b is equal to 2 എന്ന് എടുക്കാം. So 2 raised to 1, 2 square, 2 cube, 2 raised to 4, 2 raised to 5, etc. which is actually increasing. ഇതിന്റെ തന്നെ സിമിലർ ആയിട്ടുള്ള സീക്വൻസ് xn is equal to b raised to n, where b is actually in between 0 and 1. Okay, 0-യുടെയും 1-ന്റെയും ഇടയ്ക്കാണ് എന്ന് വെച്ചോളൂ. അപ്പോൾ 0-യുടെയും 1-ന്റെ ഇടയ്ക്കാണെങ്കിൽ our sequence is actually b square, b cube, etc. Okay, ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം 0-യുടെയും 1-ന്റെ ഇടയ്ക്കുള്ള ഏത് നമ്പർ എടുത്താലും അതിന്റെ പവേഴ്സ് എടുക്കുമ്പോൾ നമ്പേഴ്സ് ചെറുതായി വരികയാണ് ചെയ്യുന്നത്. Okay, it's a basic property. I think we have established that. So actually b square is actually less than b, and b cube is actually less than b square. b raised to 4 is actually less than b cube. Clearly ഇത് ഡിക്രീസ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ നമ്പർ b ആണ്. Okay, so this is actually a monotonic decreasing sequence. Okay, അപ്പോൾ ഇതിൽ നിന്ന് monotonic increasing and decreasing സീക്വൻസുകളുടെ കേസ് നമുക്ക് ക്ലിയർലി മനസ്സിലാകുന്ന സിമ്പിൾ ആയിട്ട് ചില ഒബ്സർവേഷൻസ് ഉണ്ട്. ഒന്നാമത്തെ ഒബ്സർവേഷൻ, ഒരു സീക്വൻസ് monotonic decreasing ആണെങ്കിൽ അതിന്റെ ആ സീക്വൻസിന്റെ അകത്ത് ഏറ്റവും വലിയ ടേം എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആയിരിക്കും. കാരണം സീക്വൻസ് ഡിക്രീസ് ചെയ്ത് പോകുമ്പോൾ ഫസ്റ്റ് ടേമിനെക്കാട്ടിലും ചെറുതാണ് സെക്കൻഡിനെക്കാട്ടിലും ചെറുതാണ് തേർഡിനെക്കാട്ടിലും ചെറുതാണ് ഫോർത്ത്, എക്സെട്ര. സോ ഇതിന്റെ അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ഫസ്റ്റ് ടേം ആയിരിക്കും. ലോവർ ബൗണ്ട് നമുക്ക് അറിയില്ല, കാരണം ചെറുതായി പോവുകയാണ്. In the case of monotonic increasing sequence, ആ സീക്വൻസിന് ലോവർ ബൗണ്ട് എപ്പോഴും ഫസ്റ്റ് ടൈം ആയിരിക്കും. കാരണം സീക്വൻസ് ഇൻക്രീസ് ചെയ്ത് പോകണം. 1-നെക്കാട്ടിലും വലുതാണ് 2, 2-നെക്കാട്ടിലും വലുതാണ് 3, 3-യെക്കാട്ടിലും വലുതാണ് 4, 4-നെക്കാട്ടിലും വലുതാണ് 5, etc. So in the case of a monotonic increasing sequence, the first term is the lower bound of the sequence. And in the case of monotonic decreasing sequence, the first term is the upper bound of the sequence. In both the cases, in the monotonic decreasing cases, lower bound cannot be determined. We have to determine it separately. In the case of a monotonic decreasing sequence, upper bound is not easy to determine. So these are the preliminary things regarding monotonic sequences.